ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. തക്കാളി ഉള്ളിയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ ഈ തക്കാളി ഉള്ളിയും വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് പുട്ട് ബാക്കി ഉണ്ടായിരുന്നു. മോളും ഹസ്ബൻഡും പുട്ടും പഴവും കൂട്ടിയടിച്ച്. എനിക്ക് പുട്ടും പഴമൊന്നും ഇഷ്ടമല്ല. എനിക്ക് നല്ലോണം കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ എനിക്കായിട്ട് കറി ഉണ്ടാക്കാനാണ് എനിക്ക് മടിയും. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു എളുപ്പപ്പണി എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി. ഒരു രക്ഷയില്ല, റോഡിൻ്റെ പണിയാണ്. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുക. ഉള്ളിയും തക്കാളിയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. വേറെ ഒരു വെജിറ്റബിളും ഞാൻ അതിൽ എടുക്കുന്നില്ല. പച്ചമുളക് പോലും ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്ക് അത്രയും മടിയാണ് ഗൈസ്. അപ്പം പെട്ടെന്ന് എങ്ങനെ നല്ല ടേസ്റ്റിലൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ള ഐഡിയയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ പാന് അടുപ്പത്ത് വെച്ചു. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാകാൻ വെക്കുകയാണ്. ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച്, ഓയിലല്ല. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ അതൊന്ന് ഇളക്കി, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ടാൽ വേഗം വാടും എന്നാണ് കേട്ടോ. പക്ഷേ ഇത് അധികം വാടണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം ഇത് എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ ഇതിന് വാടാണ്ടെയാണ് ടേസ്റ്റ്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ പിന്നെ ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ മൂടി വെക്കുന്നൊന്നുമില്ല, കാരണം എനിക്കതിങ്ങനെ കടിക്കണം. ഉള്ളി അധികം വാടിപ്പോയാൽ മീൻസ് അതിൻ്റെ അതങ്ങ് പോയി കിട്ടും. അങ്ങനെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇതിങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എനിക്ക് എരിവ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. എനിക്ക് വേണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് കളറൊക്കെ കണ്ടോ. ഇതിപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. മുളകും മഞ്ഞളും മല്ലിയും കൂടി ഒരു വെന്ത സ്മെല്ല് വരും ഉള്ളീൻ്റെ കൂടെ. ഈ ഉള്ളി നല്ല വാടാത്തത് കൊണ്ട് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു കുഴി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മുട്ട ഒഴിച്ച്, ഈ മുട്ട ഒഴിച്ച് വെറുതെ പട്ടിഷോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒഴിച്ചത്. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു മിക്സ് കറക്റ്റായിട്ട് വരിക. അങ്ങനെ ഇത് ലാസ്റ്റ് ഉള്ളിയോട് ചേർത്തിളക്കണം. അപ്പോൾ ഇനി നമുക്ക് ആ ഉള്ളിയോട് മിക്സാക്കി നന്നായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ ഇളക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചൊരു നമ്മുടെ പുട്ടിന് ജലാറ്റിനേഷൻ ഇല്ലെങ്കിൽ ഇറങ്ങാണ്ട് നിന്നാലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു പേരിന് മാത്രം. ആ പുട്ടൊന്ന് മയപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മാത്രം അത്ര മതി, ഒരിത്തിരി ഇടാം. അത് മതി. ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം സെറ്റായി, സാധനം സെറ്റായി. അത് നന്നായി ചൂടായിട്ടുണ്ട്. അയ്യോ ഭയങ്കര സൗണ്ട് വരാരെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ടെടുക്കുക. അപ്പോൾ പുട്ട് ഞാൻ അത് 2 പുട്ടുണ്ട്. 2 പുട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പുട്ട് ഇങ്ങനെ വെച്ച പുട്ട് ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇടുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഞാൻ തീ കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ആ വെള്ളം ഇത് അങ്ങോട്ട് മാറണം. എന്നിട്ട് ഒരു ചുവന്ന ഒരു മഞ്ഞ ചുവപ്പ് കളർ ഇങ്ങോട്ട് വരണം പുട്ടിന്. അപ്പോൾ അത് വരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരാണ്ട് ഗൈസ്. പുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും പുട്ട് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കറി, മീൻകറി, കടലക്കറി, സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് അടിപൊളിയായിരുന്നു ഗൈസ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ഞാൻ ഈ പുട്ട്, എനിക്ക് വായിൽ വെള്ളം വരുന്നു ഗൈസ്. അങ്ങനെ ഈ പുട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് കാണാൻ ഞാൻ നന്നായിട്ട് ഇളക്കി വിടുന്നുണ്ട്. അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം സെറ്റായി. നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാനെടുക്കുന്ന പ്ലേറ്റ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് തട്ടിക്കൊടും. ഞാൻ വീഡിയോ എടുത്തപ്പോൾ തിരിഞ്ഞു പോയി ഗൈസ്. പാത്രത്തിൻ്റെ മൂടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധനമൊക്കെ സെറ്റായി. ഇപ്പോൾ ഇത് കുന്നോളം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരാൾ തിന്നോന്ന്. ഇതല്ല, ഇതിനപ്പുറവും ഞാൻ തിന്നും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. ഇത്രയും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വേറൊരു ജോലി ഇവിടെ ഇല്ല ഗൈസ്. അപ്പോൾ ഈ പുട്ടൊക്കെ ഞാൻ തിന്നും. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ സെറ്റായി. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ എനിക്ക് നിർബന്ധമാണ്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് പാൽച്ചായ അല്ല, കട്ടൻ ചായയാണ് പുട്ടിൻ്റെ കൂടെ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ച് എളുപ്പപ്പണിക്ക് ഞാൻ വേഗം അതിൻ്റെ അകത്തേക്ക് പഞ്ചസാരയും പിന്നെ കുറച്ച് ചായപ്പൊടിയും എല്ലാം കൂടി. പഞ്ചസാര എൻ്റെ ഫാനാണ് കേട്ടോ ഞാൻ.
അപ്പോൾ ഇത് ഏകദേശം ഇതായി വന്നപ്പോൾ ഞാൻ കുറച്ച് ചായപ്പൊടി അങ്ങോട്ടിട്ട് പിന്നെ രണ്ടും കൂടെ അങ്ങ് തിളക്കിയല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യൊന്നുമില്ല വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് തിളച്ചപ്പോൾ നമ്മുടെ കട്ടൻ റെഡിയായി. അത് ഗ്ലാസ്സിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് ഇനി നമ്മുടെ ഈ പുട്ടും ഈ കട്ടനും കൂടി ഒരു പിടി പിടിക്കാനുണ്ട് ഗൈസ്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. എന്നുവെച്ചാൽ നമ്മളൊരു സാധനം ഇട്ടില്ല, ഒരു പച്ചമുളക് പോലും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. പക്ഷേ ഇത് പൊളിയാണ് ഗൈസ്. നമുക്ക് എത്ര പുട്ട് വേണം ഇങ്ങനെ തിന്നാം. അങ്ങനെ ഞാൻ എൻ്റെ പുട്ട് തീറ്റി ആരംഭിച്ചു ഗൈസ്. എനിക്ക് നല്ല എന്താ പറയുക, കൊതിയോടെയാണ് ഞാൻ തിന്നു തുടങ്ങിയത്. അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. കണ്ടോ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ. അപ്പോൾ അടിപൊളി പുട്ടും എന്താ പറയുക, പുട്ട് മിക്സ്. പുട്ട് ഇങ്ങനെയും തട്ടാം, പുട്ടും മുട്ടയും ഉള്ളിയും തക്കാളിയും, അത് മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ നന്നായിട്ട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ എന്താണ് ഗൈസ്, അടിപൊളി സൂപ്പറാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പുട്ടിൻ്റെ കൂടെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്തോളണ്ടി. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കട്ടെ, നിങ്ങൾ നോക്കി നിന്നോളൂ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾക്ക് കൊതി വരരുത് കേട്ടോ ഗൈസ്, എനിക്ക് വയറുവേദന വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ്. ടാറ്റ.